T20 ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു കലണ്ടർ വർഷം 3 സെഞ്ചുറികൾ കുറിച്ച ആദ്യ ബാറ്ററാണ് ആ ബെഞ്ചിലിരിക്കുന്നത്. അധികമൊന്നും പുറകിലേക്ക് പോകണ്ട, അയാൾ ആ ചരിത്രം കുറിച്ചിട്ട് ഒരു വർഷം പോലും തികച്ചായിട്ടില്ല. ഏഷ്യ കപ്പ് സൂപ്പർ 4-ൽ ബംഗ്ലാദേശിനെതിരെ തന്റെ ഊടവും കാത്ത് ബെഞ്ചിലിരിക്കുന്ന സഞ്ജു സാംസനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ആരാധകർ കുറിച്ചിട്ടത് ഇങ്ങനെയാണ്. 5-ാമനായി ഹാർദിക് പാണ്ഡ്യയെത്തി, 6-ാമനായി തിലക് വർമ്മ. അപ്പോഴും സഞ്ജു ബെഞ്ചിൽ തന്നെയാണ്. തിലക് വർമ്മ വീണതും ബെഞ്ചിലേക്ക് ക്യാമറകൾ തിരിഞ്ഞു. സഞ്ജുവിന് അനക്കമൊന്നുമില്ല. 7-ാമനായി അക്സർ പട്ടേൽ പാഡ് കെട്ടി മൈതാനത്തിറങ്ങുന്നു. പിന്നെ ഒരു വിക്കറ്റ് വീണത് ഇന്നിംഗ്സിലെ അവസാന പന്തിലാണ്. 7-ാമനായി ക്രീസിലെത്തിയ അക്സർ പട്ടേലിന്റെ സംഭാവന എത്രയെന്നോ? 15 പന്തിൽ 10 റൺസ്. ഒറ്റ ബൗണ്ടറി പോലും അയാളുടെ ബാറ്റിൽ നിന്ന് പിറന്നിട്ടില്ല. 66.67 സ്ട്രൈക്ക് റേറ്റ്. ഇന്ത്യൻ ഇന്നിംഗ്സിൽ മറ്റു ബാറ്റർമാരുടെ സംഭാവനകൾ നോക്കൂ. 1 ഡൗണായി ക്രീസിലെത്തിയ ശിവം ദുബെ പുറത്തായത് 3 പന്തിൽ 2 റൺസുമായി. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ സംഭാവന 11 പന്തിൽ 5. 6-ാമനായി എത്തിയ തിലക് വർമ്മ അടിച്ചെടുത്തത് 7 പന്തിൽ 5. സ്ട്രൈക്ക് റേറ്റ് 100 കടന്നത് 3 ബാറ്റർമാരുടെ മാത്രം. ടോപ്പ് ഓർഡറിൽ നിരന്തരം പാഡ് കെട്ടി ഇറങ്ങിയിരുന്ന ഒരാൾ. അധികം പുറകിലേക്കൊന്നും പോകേണ്ടി വരില്ല. 2024-ലാണ് T20 ക്രിക്കറ്റിലെ ഒരു പിടി നാഴികക്കല്ലുകൾ സഞ്ജു തന്റെ പേരിൽ കുറിച്ചിട്ടത് കഴിഞ്ഞ വർഷമാണ്. 436 റൺസ്, 180 സ്ട്രൈക്ക് റേറ്റ്, 3 സെഞ്ചുറികൾ, 31 സിക്സുകൾ. വിമർശകരുടെ കണ്ണു തള്ളിപ്പിക്കുന്ന കണക്കുകളായിരുന്നു ഇതൊക്കെ. ഏഷ്യ കപ്പിന് മുമ്പ് ഇന്ത്യ അവസാനമായി ബംഗ്ലാദേശിനോട് ഏറ്റുമുട്ടിയത് 2024 ഒക്ടോബർ 12-നാണ്. അന്ന് അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഓപ്പണറായി ക്രീസിലെത്തിയ സഞ്ജു 40 പന്തിൽ 3 അക്കം തൊട്ടു. T20 ക്രിക്കറ്റിൽ ഒരു ഇന്ത്യക്കാരൻ കുറിക്കുന്ന ഏറ്റവും വേഗതയേറിയ 3-ാമത്തെ സെഞ്ചുറി. 47 പന്തിൽ അന്ന് സഞ്ജു അടിച്ചെടുത്തത് 111 റൺസ്. 11 ഫോറും 8 സിക്സുമാണ് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ അന്ന് മലയാളി താരത്തിന്റെ ബാറ്റിൽ നിന്ന് പറന്നത്. 236 സ്ട്രൈക്ക് റേറ്റിലാണ് അന്ന് സഞ്ജു ബാറ്റ് വീശിയത് എന്നോർക്കണം. ആ ഇന്നിംഗ്സ് കഴിഞ്ഞ് ഒരു വർഷം പോലും തികഞ്ഞിട്ടില്ല. ബംഗ്ലാദേശിനെതിരെ ഒരു നിർണായക ടൂർണമെന്റിൽ കളത്തിലിറങ്ങിയ ഇന്ത്യൻ നിരയിൽ ടീമിൽ ഉണ്ടായിട്ടും 6 പേർ കൂടാരം കയറിയിട്ടും സഞ്ജുവിന് ബാറ്റിങ്ങിന് അവസരമില്ല. ബംഗ്ലാദേശ് നിരയിൽ ഇന്ന് ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനം പുറത്തെടുത്തത് ആരാണെന്ന് നോക്കൂ. 23-കാരൻ റിഷാദ് ഹുസൈൻ. 3 ഓവറിൽ 27 റൺസ് വഴങ്ങി അയാൾ കൂടാരം കയറ്റിയത് 2 ഇന്ത്യൻ ബാറ്റർമാരെയാണ്. ഗില്ലിനെയും ദുബൈയെയും വീഴ്ത്തി ഇന്ത്യൻ ടോപ്പ് ഓർഡറിനെ അയാൾ തകർത്തു. പിന്നെ തുടരെ വിക്കറ്റുകൾ വിടുന്നു. ആരാണ് ഈ റിഷാദ് ഹുസൈൻ? കഴിഞ്ഞ ഒക്ടോബറിൽ ഒരു ഓവറിൽ സഞ്ജു 5 തവണ നിലംതൊടാതെ ഗാലറിയിൽ എത്തിച്ചത് ഇതേ റിഷാദിനെയാണ്. റിഷാദ് എറിഞ്ഞ 10-ാം ഓവറിലെ ആദ്യ പന്തിൽ റണ്ണൊന്നും എടുക്കാതെ വിട്ടുകളഞ്ഞ സഞ്ജു അടുത്ത 5 പന്തുകളെയും ഗാലറിയിൽ എത്തിച്ചു. ഇന്ന് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ റിഷാദ് ഒരിക്കൽ കൂടി പന്തെടുത്തു. എന്നാൽ ബാറ്റ് എന്തി സഞ്ജു മൈതാനത്തെത്തിയില്ല. ഏഷ്യ കപ്പിൽ 2 തവണയാണ് ഇതുവരെ സഞ്ജുവിന് ബാറ്റിങ്ങിന് അവസരം ലഭിച്ചത്. അതിൽ ഒരു മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി കുറിച്ച താരം ആ മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ച് ആയിരുന്നു. പാകിസ്ഥാനെതിരെ പരാജയപ്പെട്ടു. ബംഗ്ലാദേശിനെതിരെ അവസരം പോലുമില്ല. സ്ഥിരമായൊരു ബാറ്റിംഗ് പൊസിഷൻ ഇല്ലാതെ സഞ്ജു എത്ര കാലം ഇനി ഗംഭീറിന്റെ സംഘത്തിൽ അതിജീവിക്കും എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ആരാധകർ.